ഇവിടുത്തെ കൊത്തുപണികളെല്ലാം ഭംഗിയായിട്ട് ആസ്വദിക്കുക. തത്തകൾ ഇവിടെ വസിക്കുന്നുണ്ട്. തത്തകളുടെ ഒരു വാസഗൃഹം കൂടിയാണത്. നിറച്ചും കൊത്തുപണികളാണ്. കാരണം അത്രത്തോളമുണ്ട്. ഞാൻ എന്തായാലും ഒരു റൗണ്ട് ഇങ്ങോട്ട് നടക്കാം. കാരണം ഇങ്ങനത്തെ ഒരു 5-6 ക്ഷേത്ര സമുച്ചയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കവർ ചെയ്യാനുള്ളത് കൊണ്ട് ഇതൊക്കെ കൃഷ്ണശിലയിൽ, അതായത് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പൊട്ടിയ ഭാഗങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടുത്തെ കൃഷ്ണശിലയ്ക്ക് അത്രത്തോളം കാഠിന്യമില്ല തോന്നുന്നു. നമ്മുടെ ഒരു മാർബിള് പോലെയൊക്കെയുള്ള കല്ലായിട്ടാണ് തോന്നുന്നത്. പിന്നെ കൂടുതൽ അതിൽ കൊട്ടി നോക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ശിവന്റെ പല ഭാവങ്ങളാണ് ഇവിടെ കൊത്തിയിരിക്കുന്നത്. ഒരു നിറഞ്ഞ കൊത്തുപണിയാണ്. അതായത് ഒരു വിടവില്ലാതെ അത്രത്തോളം കൊത്തിക്കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊക്കെ കൊത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു വെച്ചെങ്കിൽ തന്നെ കാണുമ്പോൾ തന്നെ അത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമുക്കറിയുന്നത്. അപ്പോൾ ആ കൊത്തിയതിൻ്റെ വൈദഗ്ധ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കൊത്തുപണിയുടെ മാസ്മരികത എന്ത് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഇവിടെ എല്ലാം കുറച്ചൊക്കെ റിപ്പീറ്റേറ്റീവ് സ്ട്രക്ചറാണ്, നമുക്ക് അറിയാൻ പറ്റും. എല്ലാം ഒരേപോലെ ആവർത്തന സ്വഭാവമുള്ള സ്ട്രക്ചറുകളാണ്. എല്ലാം ഒരേപോലെയുള്ള സിമെട്രിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കുറേ രാജാക്കന്മാരുടെയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങളും ആവരണം ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ കാമസൂത്രയുടെ കുറേ കാര്യങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എല്ലാ ക്ഷേത്രങ്ങളിലെയും കൊത്തുമണിയുടെ ഭാഗമായിട്ട് തെക്ക് ആ വശങ്ങളിലുള്ള വടക്ക് വശങ്ങളിലുള്ള ഗോപുരങ്ങളിൽ കൊത്താറുണ്ടെങ്കിലും ഇവിടെ കുറച്ച് വിശുദ്ധമായിട്ട് തന്നെ കൊത്തിവെച്ചതായിട്ടാണ് കണ്ടപ്പോൾ തോന്നുന്നത്. നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്തകൾക്ക് നിന്ന് വ്യത്യസ്തമായി ഒരു കല അല്ലെങ്കിൽ അതിലൊരു മൂല്യം കാണുവാൻ അന്ന് സാധിച്ചിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ശിവന്റെ വിവിധ ഭാവങ്ങളാണ്. കാരണം വിശ്വാസങ്ങളായാലും എന്തായാലും മനുഷ്യനാൽ നിർമ്മിതമാണ്. അപ്പോൾ മനുഷ്യ ചേഷ്ടകൾക്ക് വിശ്വാസങ്ങളിലുള്ള പ്രാധാന്യം നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കലാരൂപങ്ങളിൽ അത് വ്യക്തമായ രീതിയിൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കേണ്ടോ യാതൊരു ആവശ്യമില്ല. കാരണം അത് ആ കാലഘട്ടത്തിൻ്റേതാണ്, ആ കാലഘട്ടത്തിൻ്റെ ശരിയുമാണ്. പിന്നെ ശരി തെറ്റുകളെല്ലാം ആപേക്ഷികവുമാണ്. പിന്നെ വളരെ മിതമായ രീതിയിൽ ഇത്രത്തോളം പറയുന്നു. എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ വളരെ ഭംഗിയുള്ള ഒരു
ആദ്യ സമുച്ചയം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്.